ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു ചില്ലി ഗോബി ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ 300 ഗ്രാം കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ നല്ല ചെറിയ പീസായിട്ട് ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കേട്ടോ. അതിന് ശേഷം നമുക്ക് ഒരു 3 കപ്പ് നല്ല ചൂട് വെള്ളത്തിൽ ഇതിട്ട് വെക്കാം. ഒരു 10 മിനിറ്റോളം നമുക്കിത് ഇട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി വയ്ക്കാം. ഇപ്പോൾ ഈ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കോളിഫ്ലവറൊക്കെ നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് കളയാം. അപ്പോൾ ഇനി നമുക്ക് കോളിഫ്ലവർ മുക്കി പൊരിക്കാനായിട്ടുള്ള ഒരു ബാറ്റർ ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 1/4 കപ്പ് കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്, 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഒരുപാട് ലൂസായിട്ടുള്ള ബാറ്റർ ആവണ്ട കേട്ടോ, കുറച്ചൊന്ന് തിക്കായിരിക്കണം. ഇപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെക്കാം. അപ്പോൾ ഈ കോളിഫ്ലവറൊക്കെ നമുക്ക് ഈ ബാറ്ററിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് കുറേശ്ശായിട്ട് വറുത്തെടുക്കാം. എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്കിതിനകത്തേക്ക് കോളിഫ്ലവറൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് എണ്ണ ഒരുമിച്ചിടണ്ട കേട്ടോ, കുറേശ്ശെ ഇട്ടിട്ട് വറുത്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള കോളിഫ്ലവറും വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ആ സെയിം പാനിലേക്ക് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇതേപോലെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു വലിയ സവാളയും ഒരു വലിയ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് നമുക്കിനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ആ സെയിം പാനിലേക്ക് വീണ്ടും 1 ടേബിൾ സ്പൂൺ എണ്ണ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി മൂത്ത് വരുമ്പോൾ നമുക്ക് 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ചില്ലി ഗോപിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. ഇത് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 3 ടീസ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കാം. സോയ സോസ് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്തതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് കുറച്ചും കൂടി വേണം തോന്നി കേട്ടോ സോയ സോസ്. അപ്പം ഞാനിപ്പോൾ 1 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ 4 ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അത് ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് വെള്ളത്തിൽ കലക്കി എടുത്തിട്ടുള്ളതാണ്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു ടൈമിൽ. ഇപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അവസാനമായിട്ട് നമ്മൾ സോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കും സവാളയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 4 പച്ചമുളകുണ്ട്, അതും കൂടി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ
കയ്യിൽ ഉണ്ടെങ്കിൽ സ്പ്രിംഗ് ഓണിയനൊക്കെ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ചേർക്കാഞ്ഞത്. എനിക്ക് ചില്ലി ഗോപി അത്യാവശ്യം സ്പൈസി ആയിട്ട് എടുക്കാനാണ് ഇഷ്ടം. ഞാനപ്പോൾ കുറച്ചും കൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ എത്ര വേണമെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ. ഇതിന് ടേസ്റ്റൊക്കെ നന്നായിട്ടൊന്ന് ബാലൻസ് ആവാനായിട്ട് ഞാനിപ്പോൾ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.